ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള ഒരു കടലക്കറി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക, ജീരകം, വലിയ ജീരകം ഇട്ട് കൊടുക്കാവേ. അപ്പോൾ മൂത്ത് വരുന്ന സമയത്ത് കുഞ്ഞായിട്ട് മുറിച്ച സബോളയും തക്കാളിയും മല്ലിത്തളയും ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേഗത്തിൽ നമുക്ക് വഴറ്റി വരാനായിട്ട് നമുക്കതിലോട്ട് കുറച്ച് ഉപ്പും ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ വേഗം തന്നെ നമുക്കിതൊന്ന് മൂത്ത് കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതിലോട്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കടല ഇട്ട് കൊടുക്കുക. നമ്മൾ വേവിച്ച് വെച്ച കടലയാണ് കേട്ടോ, അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ കാലത്ത് മക്കൾക്കൊക്കെ വേഗത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി പച്ചമണമൊക്കെ മാറി വന്ന ശേഷം നമുക്കിനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കടലക്കറി ഇവിടെ റെഡി ആയി കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.